ഷാഖാൽ, നിങ്ങൾ ഇത്രയ്ക്കെന്താ തലപകഞ്ഞ് ആലോചിക്കുന്നത്? നമ്മുടെ എതിരാളിയെ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ പ്ലസ് പോയിന്റ് അല്ല, അവരുടെ മൈനസ് പോയിന്റ് എന്താണെന്ന് വേണം നമ്മൾ നോക്കിയിരിക്കാൻ. ഇപ്പോൾ ജയ്സിംഗിന്റേതായ ചെറിയ വലിയ കാര്യങ്ങൾക്ക് മാർക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് അയാളുടെ വലിയ ഒരു മൈനസ് പോയിന്റ് എന്താണെന്ന് കിട്ടിയിരിക്കുകയാണ്. അത് വെച്ച് അയാളെ നമുക്ക് പെട്ടെന്ന് തോൽപ്പിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. എന്താണ് നിങ്ങൾ ഈ പറയുന്നത് ഷാഖാൽ? പിന്നെ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? ആ സംഗതിയെ കുറിച്ച് എന്നോട് പറയൂ. എല്ലാം നിനക്ക് മനസ്സിലാകും. ഇപ്പോൾ ആ സാധനം സൺസിറ്റിയിൽ എത്തിച്ചേരുമ്പോൾ നീ മനസ്സിലാക്കും. മിന്നൽ വേഗത്തിൽ അറ്റാക്ക് ഉണ്ടാകും, എല്ലാം കത്തിച്ചാമ്പലാകും, എല്ലാം വേരോടെ നശിച്ചു പോകും. ഞാനാണ് മാജിക്, മായാജാലത്തിന്റെ രാജാവ്. എന്നെ കണ്ട് പേടിക്ക, ഞാനാണ് ഷാഖാൽ. ജയ്സിംഗ് ചൗഹാൻ, ഇന്ന് മുതൽ നിന്റെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ആവുകയാണ്. നിനക്ക് മനസ്സിലായല്ലോ രുദ്ര? സിറ്റിയിൽ എന്താ ഇത്ര വലിയ പ്രശ്നമൊന്നും അറിയില്ലല്ലോ. രുദ്ര, നിനക്ക് വല്ലതും മനസ്സിലായോ? ഇല്ല മുത്തശ്ശ. പെട്ടെന്ന് ഇത്രയും മിന്നൽ എവിടെ നിന്നാണ് വരുന്നത്? ക്ലൈമറ്റ് വളരെ ക്ലിയർ ആണല്ലോ. പിന്നെ എങ്ങനെയാണ് ഈ മിന്നൽ വന്നത്? ഇതാരുടെയോ മാജിക് പവേഴ്സ് കൊണ്ടുണ്ടായതാണ്. രുദ്ര, നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ നോക്കിയിട്ട് വരാം. ആരാടാ നീ? എന്റെ സൺസിറ്റിയുടെ മുകളിൽ എന്തിനാണ് മിന്നൽ കൊണ്ട് അറ്റാക്ക് ചെയ്യുന്നത്? എനിക്കറിയാം ഇത് നേച്ചറിന്റേതല്ല, ഏതോ ഒരു ബാഡ് ക്രീച്ചറിന്റെ പണിയാണിത്. എന്റെ മുന്നിലേക്ക് വരൂ. ആരാണ് നീ? ജയ്സിംഗ്, ഞാനാണ് ഇലക്ട്രോ ലേഡി. എനിക്കിഷ്ടമില്ലാത്തത് എന്തും ഞാൻ നശിപ്പിക്കും. എന്റെ മിന്നൽ ശക്തി കൊണ്ട് ഞാൻ എല്ലാം തന്നെ നശിപ്പിക്കും. ഇലക്ട്രോ ലേഡി, നീ ഇപ്പോൾ തന്നെ എന്റെ സൺസിറ്റി വിട്ട് പോയേക്ക്. ഞാൻ ക്ഷമിക്കുന്നതിനും ഒരു ലിമിറ്റ് ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ നിന്റെ അറ്റാക്കിനൊക്കെ ഒറ്റ മിനിറ്റിൽ മറുപടി തന്നേനെ. ജയ്സിംഗ്, എനിക്ക് നിന്നെ കുറിച്ച് നന്നായിട്ട് അറിയാം. നീ ഒരിക്കലും സ്ത്രീകളെ അറ്റാക്ക് ചെയ്യാറില്ല. നിന്റെ ആ മൈനസ് പോയിന്റ് ഞാൻ പ്ലസ് പോയിന്റ് ആയിട്ട് മാറ്റിയിരിക്കുന്നു. കണ്ടോ സോക, ഇന്ന് എന്റെ കളി വേറൊരു രീതിയിലാണ്. ജയ്സിംഗ് ചൗഹാൻ വിചാരിച്ചാൽ പോലും അദ്ദേഹത്തിന് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അവൻ ഇനി എന്ത് ചെയ്താലും ആ സൺസിറ്റിയെ ഇനി രക്ഷപ്പെടുത്താൻ പറ്റുകയില്ല സോക. അതാണ് പറയുന്നത്, എതിരാളികളുടെ മൈനസ് പോയിന്റ് കണ്ടെത്തി കളിക്കണം. ഒരൽപ്പം ബുദ്ധിമുട്ടിയാണെങ്കിലും ആ ജയ്സിംഗ് ചൗഹാന്റെ മൈനസ് പോയിന്റ് എന്താണെന്ന് ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. ജയ്സിംഗ് ചൗഹാൻ, എനിക്ക് നിന്റെ അടവുകളൊക്കെ നന്നായിട്ട് അറിയാം. നിനക്ക് ഒരിക്കലും എന്നെ അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാണല്ലേ? അതത്ര എളുപ്പമല്ല.
ഇലക്ട്രോ ലേഡി, ഇനി നിനക്ക് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റില്ല. ആണോ? സോറി മുത്തശ്ശ, നിങ്ങൾ അപകടത്തിലിരിക്കുമ്പോൾ എനിക്കത് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. Ibaiska, Zibaiska, Net Creator 2. എങ്ങോട്ടാ ഓടുന്നത്? എത്രയും പെട്ടെന്ന് നമ്മുടെ പാലസിന്റെ വാതിൽ തുറക്കൂ. മുത്തശ്ശന് നല്ല പരിക്കുണ്ട്. രുദ്ര, അവര് നമ്മളുടെ പുറകെ തന്നെയുണ്ടല്ലോ. Ibaiska, Zibaiska, Protecto! നിനക്ക് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ജയ്സിംഗ് ചൗഹാൻ. ഞാൻ എന്റെ മിന്നലിന്റെ ശക്തി കൊണ്ട് നിന്റെ ഈ കൊട്ടാരം തകർക്കും. അല്ല, നമ്മളിപ്പോ കുടുങ്ങി പോയത് പോലെ ഉണ്ടല്ലോ. മുത്തശ്ശൻ എന്താ പറ്റിയേ? ഇതാ പിടിച്ചോളൂ, വെള്ളം കുടിക്കൂ. രുദ്ര, ആ ലേഡി അപകടം പിടിച്ചവളാണ്. ആരും ഈ പാലസ് വിട്ട് പുറത്തേക്ക് പോകരുത്. പക്ഷെ മുത്തശ്ശൻ, നമുക്ക് എത്ര സമയം പാലസിന്റെ അകത്ത് തന്നെ ഇരിക്കാൻ കഴിയും? പുറത്തിറങ്ങിയല്ലേ പറ്റൂ, അല്ലെങ്കിൽ അവളെ ദേഷ്യപ്പെട്ട് സൺസെറ്റ് മൊത്തം നശിപ്പിക്കും. ഇല്ല രുദ്ര, പുറത്തേക്ക് പോകാൻ ഇത് ശരിയായ സമയമല്ല. അവളുടെ മിന്നലിന് നോർമൽ മിന്നലിനെക്കാട്ട് പവർ അധികമാണ്. എന്റെ ഹെൽത്ത് കണ്ടീഷൻ ഒന്ന് ശരിയാകട്ടെ, അതിന് പറ്റിയൊരു പ്ലാനിങ് ഞാൻ ചെയ്യാം. ജയ്സിംഗ് ചൗഹാൻ, എത്ര സമയത്തേക്ക് നീ ഇങ്ങനെ പതുങ്ങിയിരിക്കും? ഞാൻ വീണ്ടും വരും, അത് നീ മറക്കണ്ട. ഞാൻ കത്തി കൊണ്ടോ വാളുകൊണ്ടോ അല്ല, ഞാൻ ആക്രമിക്കുന്നത് മിന്നലിന്റെ ശക്തി കൊണ്ടാണ്. ഒരു പക്ഷേ തൽക്കാലം അവൾ ഇവിടെ നിന്ന് പോയി കാണും. പക്ഷേ അവൾ അപകടം പിടിച്ചവളാണ്. അതുകൊണ്ട് ആരും തന്നെ ഇവിടുന്ന് പുറത്തേക്ക് പോകരുത്. ഇതിപ്പോ ശരിക്കും കുടുങ്ങിയതുപോലെ ആയല്ലോ. ഞാൻ ഇവിടെ കൊട്ടാരത്തിനകത്തുള്ളപ്പോൾ ആ ഗാർഡനിൽ എന്നെ പോലെ ഒരുത്തൻ ആരാടവൻ? ചെന്ന് അതൊന്ന് നമുക്ക് നോക്കണം. നീ ആരാ? നീ ആരാന്ന് പറ. ഞാൻ രംഗീലയാ. നീ ആരാ? ഞാൻ ശങ്ക്രീലയാണ്. ശങ്ക്രീലയോ? ശങ്ക്രീല ആരാ? ഞാനാണ് നിന്റെ ട്വിൻ ബ്രദർ. നിനക്ക് ഓർമ്മയില്ലേ? നമ്മൾ രണ്ടാലും ഉത്സവത്തിൽ നിന്ന് പിരിഞ്ഞു പോയത് ഓർമ്മയില്ലേ? ഉത്സവത്തിൽ പിരിഞ്ഞു പോയെന്നോ? അതെപ്പോ? എങ്ങനെ? ആ കാര്യത്തെ കുറിച്ച് എന്നോട് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. മുത്തശ്ശനും പറഞ്ഞിട്ടില്ല, രുദ്രയും പറഞ്ഞിട്ടില്ലല്ലോ. സഹോദരാ, സഹോദരാ, എന്നെ ഒന്ന് കെട്ടിപ്പിടിക്ക, എന്റെ സഹോദരാ. ഞാൻ കത്തികൊണ്ടോ വാളുകൊണ്ടോ അല്ല ആക്രമിക്കുന്നത്. ഞാൻ ആക്രമിക്കുന്നത് മിന്നലിന്റെ ശക്തി കൊണ്ടാണ്. ഈ രംഗിലെന്തിനാ അവിടേക്ക് പോയത്? രുദ്ര, എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അകത്തുനിന്ന് തന്നെ എന്നെ കാണാൻ കഴിയുമെന്ന്. ഞാൻ എന്റെ കളി തുടങ്ങിയിട്ടേ ഉള്ളൂ, കണ്ട് ആസ്വദിക്ക്. എത്രയും പെട്ടെന്ന് പാലസിന്റെ വാതിൽ തുറക്ക. നീ തുറന്നില്ലെങ്കിൽ ഈ രംഗിലയുടെ കഥ അവസാനിക്കും. അത് നിനക്ക് കാണണോ? എന്നെ ഒന്ന് രക്ഷിക്കാ. നമ്മളിപ്പോ എന്ത് ചെയ്യും? രംഗിലെ രക്ഷിക്കണമെങ്കിൽ വാതിൽ തുറന്നല്ലേ പറ്റൂ. ഞാൻ പോവാം. വേണ്ട വരുൺ, വാതിൽ തുറക്കരുത്. ഒരു പ്രാവശ്യം പാലസിന്റെ വാതിൽ തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ പുറത്തേക്ക് പോവാണ്. എന്താണ് നീ പറയുന്നത് രുദ്ര? നിന്നെ ഞാൻ അതിന് ഒരിക്കലും അനുവദിക്കില്ല.